ആരാധകരും സിനിമാ പ്രേമികളും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ജിത്തു ജോസഫ് കോംബോയിൽ എത്താൻ പോകുന്ന റാമിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2013 ദൃശ്യം എന്ന ചിത്രത്തിലൂടെ ഉണ്ടായ ഏറ്റവും മികച്ച ഒരു കൂട്ടുകെട്ടാണ് മോഹൻലാൽ സംവിധായകൻ ജിത്തു ജോസഫ് കൂട്ടുകെട്ട്. ഇവർ തമ്മിൽ ഒന്നിക്കുമ്പോഴൊക്കെ ഗംഭീര സിനിമകളാണ് മലയാളികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഏറ്റവും പ്രതീക്ഷയുള്ള റാം എന്ന ചിത്രം ഇവർ ഒന്നിച്ചപ്പോൾ സംഭവിക്കുകയുണ്ടായി. അതൊരു വലിയ സിനിമയായി മാറി, 2 പാർട്ടുള്ള സിനിമയായൊക്കെ മാറിയെന്ന് അണിയറ പ്രവർത്തകർ സമ്മതിച്ചു. വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന റാം എന്നാൽ ഷൂട്ടിംഗ് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി. കോവിഡ്, ലോക്ക്ഡൌൺ, മറ്റു ചില പ്രശ്നങ്ങൾ ഒക്കെ കൊണ്ട് ചിത്രം മുടങ്ങിയാണ് ഉണ്ടായത്. 2020 ആരംഭിച്ച ഈ റിയലിസ്റ്റിക് ആക്ഷൻ ത്രില്ലറിന് ഇപ്പോഴിനി എന്താണ് സംഭവിക്കുക? അടുത്തിടെ ഇതിന്റെ നിർമ്മാതാവ് ഒരു അപ്ഡേറ്റുമായി എത്തിയിരുന്നു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ വീണ്ടും പുനരാരംഭിക്കും, ചിത്രത്തിന്റെ ആദ്യ പാർട്ട് ഈ വർഷം അവസാനം റിലീസാകും എന്ന രീതിയിലൊക്കെ. എന്നാൽ ചിത്രം വീണ്ടും വൈകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പുതിയ റിപ്പോർട്ടുകൾ എത്തുന്നത്. 2024 ഡിസംബറിൽ റിലീസ് ചെയ്യുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും റാം ഒരിക്കൽ കൂടി വൈകുമെന്നാണ് സമീപകാല അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാൽ ജിത്തു ജോസഫിന്റെ റാം അടുത്ത വർഷത്തേക്ക് തള്ളിയോ എന്ന ചോദ്യമാണിപ്പോൾ വലിയ രീതിയിൽ ഉയരുന്നതും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2024 ഓഗസ്റ്റിൽ ചിത്രീകരണം പുനരാരംഭിക്കാനായിരുന്നു റാം ആദ്യം തീരുമാനിച്ചിരുന്നത്. 1 മാസത്തിനകം ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. 2024 ഡിസംബറിൽ ക്രിസ്മസ് സ്പെഷ്യൽ ചിത്രം റിലീസ് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. എന്നിരുന്നാലും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷൂട്ടിംഗിലും പോസ്റ്റ് പ്രൊഡക്ഷനിലുമുള്ള കൂടുതൽ കാലതാമസമാണ് റാം പാർട്ട് 1 റിലീസ് ഈ വർഷത്തിനപ്പുറത്തേക്ക് നയിച്ചിരിക്കുന്നത്. ഈ വർഷം ഡിസംബറിൽ പാർട്ട് 1 റിലീസ് ഉണ്ടാവില്ല എന്നാണ് സൂചനകൾ ലഭിക്കുന്നതും അടുത്ത വർഷത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ഷൂട്ടിന്റെയും കാര്യത്തിൽ പുതിയൊരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് തുടർച്ചയായി വൈകുന്നതിൽ നിരാശയിലാണ് മോഹൻലാലിന്റെ ആരാധകർ. അവർ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ നിരാശ പ്രകടിപ്പിക്കുന്നതുമുണ്ട്. 2025 ആദ്യ പാദത്തിൽ ചിത്രം റിലീസ് ചെയ്തേക്കുമെന്ന് അണിയറ പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നു. നിർമ്മാതാക്കളിൽ നിന്നുള്ള ഒരു ഔദ്യോഗിക അപ്ഡേറ്റ് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരിടത്ത് റാം ഡിസംബറിൽ റിലീസ് ചെയ്യാനിരുന്നപ്പോൾ അതേ പൊസിഷനിലേക്ക് മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി എത്താൻ പോവുകയാണ്. L360 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമാണ് ഡിസംബറിൽ റിലീസ് ചെയ്യാനുള്ള പദ്ധതി ഒരുക്കുന്നതും. റാമിന്റെ കാലതാമസത്തിനിടയിൽ നിലവിൽ L360 എന്നറിയപ്പെടുന്ന മോഹൻലാലിന്റെ പേരിടാത്ത 360ാമത്തെ ചിത്രം ക്രിസ്മസ് റിലീസായി മാറിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചിത്രത്തിന്റെ ടീസറിന് വേണ്ടിയുള്ള എഡിറ്റിംഗ് പോലും നടക്കുന്നു എന്ന വിവരങ്ങൾ ഇന്നേ ദിവസം പുറത്തു വരികയും ചെയ്തു. ചിത്രത്തിന്റെ എഡിറ്റിംഗും ടീസർ എഡിറ്റിംഗും ഒക്കെ വരുന്നുണ്ട്. ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് ടീസറൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ക്രിസ്മസ് റിലീസായി മാറിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് സജീവമായിക്കൊണ്ടിരിക്കുന്നത്. തരുൺമൂർത്തി സംവിധാനം ചെയ്ത L360 2024 ആയുധപൂജ സീസണിൽ റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നിരുന്നാലും മറ്റ് പ്രധാന തെന്നിന്ത്യൻ ചിത്രങ്ങളുമായി ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കാൻ റിലീസ് ക്രിസ്മസിന് മാറ്റിയേക്കും. L360 ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ഈ ചിത്രത്തിന്റെ അടുത്തഘട്ട ചിത്രീകരണം ഓഗസ്റ്റ് ആദ്യം പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ ഈ നീക്കം L360 ഹോളിഡേ ബോക്സ് ഓഫീസ് മത്സരത്തിൽ ഒരു പ്രധാന മത്സരാർത്ഥിയാക്കി മാറ്റും. ഇത് ഈ ഉത്സവ സീസണിൽ ആരാധകർക്ക് കാത്തിരിക്കാൻ ചിലത് നൽകും എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്.